വെളിയം ഗ്രാമപഞ്ചായത്ത് മാതൃകയാകുന്നു. വെളിയം ഗ്രാമപഞ്ചായത്ത് കർഷകർക്കും കാർഷിക വിളകൾക്കും സംരക്ഷണമൊരുക്കാൻ അരയും തലയും മുറുക്കി രംഗത്ത്. കാർഷിക വിളകൾ വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതിനെതിരെ ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടു. കർഷകരുടെ നിരന്തര പരാതിക്ക് പരിഹാരമാർഗം കാണുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ഷൂട്ടർ അലൈൻമെന്റൻസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി 5 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് ഡീസൽ ഒഴിച്ച് സംസ്കരിച്ചു. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തകുമാറിന്റെ നേതൃത്വത്തിൽ യുവജന കൂട്ടായ്മ കൃഷിസ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ നടത്തിയ കഠിന പ്രയത്നത്തിന് ഒടുവിലായിരുന്നു കാട്ടുപന്നികളെ കണ്ടെത്തി വെടിവെച്ച് കൊന്നത്. ഞാൻ വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത്. ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ നാടിനെ, കേരളത്തിലെ ആകെ കർഷകരെ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തിന്റെ മുന്നിലാണ്. ഈ പന്നിയുടെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം മൂലം കർഷകർ കൃഷി ഉപേക്ഷിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വെളിയം ഗ്രാമപഞ്ചായത്ത് ഏകദേശം 95% ജനങ്ങളും കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ കുറേ 3-4 വർഷങ്ങൾ കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ തന്നെ വലിയ പാടശേഖരമായിരുന്നു. ഒരു വകയും കൃഷി ചെയ്യാൻ പറ്റാതെ മരുഭൂമി പോലെ ആയി കിടക്കുകയാണ്, കാട് കയറി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശല്യമാണ്. 100 കണക്കിന് പന്നികളാണ് സന്ധ്യയാവുമ്പോൾ ഇറങ്ങി ഈ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ വലിയ പ്രക്ഷോഭം, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനു മുമ്പ് തന്നെ വെളിയം ഗ്രാമപഞ്ചായത്ത് ഇവയെ വെടിവെച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് 2 പേർക്ക് കൊടുത്തിരുന്നു. എന്നാൽ അവരുടെ പ്രവർത്തനം നമുക്ക് ഒട്ടും തൃപ്തികരമായി വന്നില്ല. അപ്പോൾ കർഷകരുടെ ഈ വലിയ ഈ ആവശ്യം മുൻനിർത്തി വെളിയം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലത്ത് തിരുമുല്ലവാരത്തുള്ള അലൻ മെൻഡർസ് എന്ന് പറയുന്ന വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടറെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം ആദ്യം മുതൽ അതിൻ്റെ ഈ പന്നികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 2 മുതൽ ഈ വെളുക്കുന്നത് വരെ നോക്കിയെങ്കിലും ഞങ്ങൾ നിരാശരായി മടങ്ങേണ്ടി വന്നു. എന്നാൽ ഞങ്ങൾ അതിനെ ഒന്നും വകവയ്ക്കാതെ ഇന്നലെ തന്നെ വെളിയം ഗ്രാമപഞ്ചായത്ത് 19 വാർഡുണ്ട്. ഇന്നലെ തന്നെ വെളിയം സൈഡിൽ എല്ലാം തന്നെ പരതി. അതിനുശേഷം ഇന്നലെ ഒരു 12 മണിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കളപ്പില, ഈ പുലാനിക്കാട്, പിന്നെ കോണത്തുമുക്ക്, ഈ സ്ഥലങ്ങളിൽ വലിയ പരിശോധന, പുതിയ അത്യാധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പന്നിയെ ദൂരെ കണ്ടാൽ ആ പന്നിയുടെ ഹീറ്റ്, അവരുടെ ചൂടനുസരിച്ച് അവയുടെ ലൊക്കേഷൻ കിട്ടുന്ന വലിയ അത്യാധുനികമായ ഉപകരണം വെച്ചാണ് കണ്ടുപിടിക്കുകയും ഈ പന്നികളെ കൊന്നൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇന്നലെ 5 പന്നിയെ കൊന്നൊടുക്കി. എന്നാൽ ഒരു 10-ൽ കൂടുതൽ പന്നികൾക്ക് ഗുരുതരമായി വെടിയേറ്റിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കർഷകരൊക്കെ തന്നെ അതിൻ്റെ ബോഡി കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തി വരികയാണ്. ഇവിടെ വലിയ ഒരു കാര്യം, ഇത് നിസ്സാരമല്ല. കർഷകരുടെ ഒരു സഹായം, ഞങ്ങൾ ഇറങ്ങുമ്പോൾ കർഷകർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ഈ വരുന്ന ആൾ കൊല്ലക്കാരൻ, അല്ലെങ്കിൽ ഒരാൾ ഇന്നലെ വന്നത് തൊടുപുഴക്കാരനും കൂടെ വന്നിരുന്നു. അന്നേരം അവർക്കൊന്നും ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ല. കർഷകരുടെ സഹായം വളരെ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു. അവർ ഉറക്കമൊഴിഞ്ഞ് ഇവരുമായിട്ട് കൂടി ഈ സ്പോട്ടുകൾ കാണിച്ചു കൊടുക്കുവാനും ഭൂമിശാസ്ത്രപരമായ അറിവില്ലാത്ത അവരെ സഹായിക്കുവാനും ഞങ്ങളെയൊക്കെ തന്നെ, എനിക്ക് തന്നെ എല്ലാ വാർഡിൻ്റെയും ഭൂമിശാസ്ത്രം അറിയത്തില്ല എങ്കിലും ഈ ദിവസങ്ങളിലെല്ലാം രാപകല് ഞാനും ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇന്നലെ 4 മണിക്ക് തുടങ്ങിയ പ്രവർത്തനമാണ്. ഇന്നിപ്പോൾ ശാസ്ത്രീയമായി യാതൊരു വിട്ടുവീഴ്ച, കോടതി പറഞ്ഞ് എന്ത് പന്നിയെ വെടിവെച്ച് കൊന്ന് ഏത് തരത്തിലാണോ സംസ്കരിക്കേണ്ടത് ആ തരത്തിൽ തന്നെ, അതിൽ യാതൊരു വെള്ളവും ചേർക്കാതെ വെളിയം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് വലിയ ആഴത്തിലുള്ള കുഴികളെടുത്ത് അവിടെ ഇവയെ ഇട്ട് മണ്ണെണ്ണ ഒഴിച്ച് അത് സംസ്കരിക്കുന്ന കടമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരന്തരം ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നശിപ്പിച്ച് കർഷകർക്കൊരു മോചനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാർഡിലും വലിയ കുഴികൾ എടുത്തിടുകയാണ് നമ്മൾ ഇതിനെ അടക്കുന്നില്ല. അത് ഞങ്ങൾ നേരിടുന്ന രാത്രിയൊക്കെ തെരഞ്ഞ് വെടിവെച്ച് കൊന്നാൽ രാവിലെ വലിയൊരു പ്രയത്നമാണ്. പഞ്ചായത്തിൻ്റെ അധികൃതരുടെ നേതൃത്വത്തിൽ തന്നെ ഇവയെ വളരെ സുതാര്യമായി സംസ്കരിക്കേണ്ടതുണ്ട്. അന്നേരം ബഹുമാനപ്പെട്ട കർഷകർ
ഗ്രാമപഞ്ചായത്തുമായി സഹകരിക്കണം. ഇന്നലെ തന്നെ ഒരു പറ്റം യുവാക്കള് ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സേവനം വളരെ വലുതായിരുന്നു. ബഹുമാനപ്പെട്ട കർഷകരും ഇനി തുടർന്നും ഞങ്ങളുമായിട്ട് സഹകരിക്കണം. ഇതിന് ഒരു പരിഹാരം നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി തന്നെ വെളിയം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കർഷകരോടൊപ്പമാണ്. അവർക്ക് ആശ്വാസം എത്തിക്കുന്നതിന് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് കർഷകരും പൊതുജനങ്ങളും നന്ദി രേഖപ്പെടുത്തി. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും ഞാനൊരു കർഷക സ്ത്രീയായിട്ട് വളരുകയും ഇവിടുത്തെ ഭൂമി കരയും കണ്ടമായിട്ട് ഇവിടെ ഉണ്ട്. എന്റെ പൊന്നു കുഞ്ഞെ, ഒരു വക മനുഷ്യന് വേണ്ടുന്ന ഒരു സാധനം വലിയ തെങ്ങൊഴിച്ച് ബാക്കി മൊത്തവും ഈ പന്നി കുത്തി മറിച്ച് ഇട്ടങ്ങ് കഴിഞ്ഞ മാസത്തിൽ 1000 രൂപ തേങ്ങ ഒഴിയടത്തിയ ഒരു വീടാണിത്. പക്ഷെ ഇന്ന് എനിക്കൊരു തേങ്ങ വേണമെങ്കിൽ ഞാനത് വിലക്ക് മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കുക. അവസാനം ഇപ്പം കുറച്ച് നിലമുണ്ടായിരുന്നു. ഈ നിലം കൊണ്ടുവന്ന് കിറ്റാച്ചിയും കൊണ്ട് പൂട്ടി അത് കൃഷി ചെയ്ത് അതിന് പൈസയും കൊടുത്തു വന്ന് അത് അനുഭവിക്കാൻ സമയമായപ്പോഴത്തേന് അത് മൊത്തം ചീനി നട്ടു, ഏത്തവാഴ നട്ടു. സദാനന്ദപുരം ബ്ലോക്കിൽ പോയാണ് 72 സെന്റ് നിലത്തിനകത്ത് ഏത്തവാഴ വിത്ത് മേടിച്ചോണ്ട് 3 പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ച്. ഈ 3 പ്രാവശ്യവും ഇങ്ങോട്ട് കിളിച്ചു വരും, പന്നികുത്തി തിന്നും, പിന്നെയും പോവും മേടിക്കും. ഇത് ഇപ്പൊ ദാ തരിശായിട്ട് ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് ദാ കിടക്കുക. ആനയടിച്ചാൽ കയറാൻ വയ്യാത്ത കാടാണ് ആ കിടക്കുന്നത്. ഇനി എന്തിനാ ഞങ്ങൾ അങ്ങനെ? അവസാനം ഞങ്ങള് പഞ്ചായത്തിൽ പോയി മെമ്പറോട് പരാതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തുകാർ കൂടുകയും എല്ലാ കർഷകരെ വെളിയം വിപണിയിൽ ഇപ്പൊ ഒന്നും ചെല്ലുന്നില്ല. വെളിയം പലയിടത്തും വിപണിയുണ്ട് വെളിയം പഞ്ചായത്തിന്റെ. അവിടെ നിന്ന് ഒരു വക കൃഷി സാധനങ്ങളും മനുഷ്യന് കഴിക്കുന്നേ ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇനി ആത്മഹത്യ എന്ന് പറയുന്ന അതിന്റെ വക്കി വരെ ഞങ്ങൾ നിൽക്കുക. അങ്ങനെ നിരന്തരം ഞങ്ങൾ ചെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പഞ്ചായത്തിനകത്ത് ഓർഡർ വരികയും പഞ്ചായത്ത് പ്രസിഡന്റ് സഹായത്തോടു കൂടി എവിടെയോ പോയി വെടിവെക്കുന്ന ലൈസൻസ് ഉള്ളവരെ കൊണ്ടുവരികയും ഈ പന്നിയെ ഇപ്പൊ തന്നെ 7-8 മണിയാകുമ്പോഴാ 10-15 പന്നികൾ ഇതിലൂടെ പാരാ കയറി ഓടുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇവിടുന്ന് ഒരാള് INA ചേരാനെ കൊണ്ട് ആസാമിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു ബന്ധു ആസാമിൽ ചെന്ന് ചന്തയിൽ ചെന്ന് സാധനം മേടിക്കാൻ ചെന്നപ്പോൾ സാധനമില്ല, നോട്ട് കീറിക്കളഞ്ഞെന്ന് സർവരന്മാരെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലം ഇനി ഇവിടെ വരാൻ പോവുക. മനുഷ്യന് എന്തായാലും വയറുണ്ടല്ലേ. നമുക്ക് എല്ലാം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം നമ്മൾ ഭക്ഷിച്ചാണോ ജീവിക്കുന്നത്? അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ജീവിക്കും. പിന്നെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹിച്ചെന്നേ ഞങ്ങൾ പറയാനൊക്കൂ. പഞ്ചായത്തുകാർ വന്ന് അതിനെ കൊന്നുകൊണ്ട് ഇരിക്കുക. ഇനിയും കൊന്നേ പറ്റത്തുള്ളൂ. ഇപ്പോഴൊന്നും ഞങ്ങൾ കൃഷി ചെയ്യാനും പറ്റത്തില്ല. പഞ്ചായത്തുകാര് നടത്തിച്ചു തന്നത് നന്ദിയുണ്ട് പഞ്ചായത്തിനോടെ. വെളിയം ഗ്രാമപഞ്ചായത്ത് കർഷകരെ സംരക്ഷിക്കുന്നതിൽ അവർ തികഞ്ഞ ആഹ്ലാദത്തിലാണ്. എല്ലാവരുടെയും പരാതിയായ കാട്ടുപന്നി, മുള്ളംപന്നി ഇവയെ ഒഴിവാക്കാനായിട്ട് 1-ാം തീയതി മുതൽ ആരംഭിച്ച യജ്ഞത്തിൽ ഇന്നലെ കളപ്പില വാർഡിൽ നിന്ന് 5 പന്നികളെ കൊല്ലുകയും ഇതിനെ കണ്ടിട്ടുകയും പിന്നെ 5-6 പന്നികളെ വെടികൊണ്ട് അതിനെ കണ്ടുകിട്ടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത്. കുറേയധികം യുവജനങ്ങൾ ഇതിന് വൈകുന്നേരം മുതൽ 6 മണി വരെ, വെളുപ്പിന് 6 മണി വരെ അവരോടൊപ്പം ഉണ്ടാവുകയും എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ചെയ്തു. അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രയത്നത്തിൽ എല്ലാ പന്നികളെയും കൊന്ന് കർഷകർക്ക് പരാതി തീർക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തിന്റെ ഒപ്പം ഞാനും ഉണ്ടാകുമെന്ന് പറയും. ഈ കർഷകർ അനുഭവിക്കുന്ന പ്രയാസം, നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി ഒരു സാധനം ഇങ്ങനത്തെ ഒരു പച്ചമുളക് പോലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും മാത്രമല്ല, ഒരു സാധനം നശിപ്പിച്ചങ്ങ് കളയുക. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആവാസ കേന്ദ്രം പോലാണ് ഈ കളപ്പനയുടെ ഈ വാർഡില്. ഇതിന് തങ്ങാനുള്ള ഇടമുള്ള കൂടുതൽ സ്ഥലമുള്ള പ്രദേശമാണ്. ഇവിടെ ഒരു 4 മേഖലയുണ്ട്. 4 മേഖലയിലും ഇവർക്ക് യഥേഷ്ടം തങ്ങാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ രാത്രിയാകുമ്പോൾ ഇവര് ഇറങ്ങി രാത്രി യഥേഷ്ടം കൂട്ടത്തോടെ വന്നിട്ടാണ് ഈ കൃഷി ചെയ്യുന്ന കർഷകന്റെ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചിട്ടങ്ങ് പോവുക. അപ്പൊ നിരവധി നമ്മുടെ കർഷകർ തന്നെ ഇത് വിളിച്ച് നമ്മുടെ വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ എന്നെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരെയെല്ലാം ആ കർഷകർ വളരെ വേദന കൂടി അവരുടെ ദുഃഖങ്ങൾ പറയുകയും അങ്ങനെ നിരന്തരം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും അതുപോലെ തന്നെ അതിന്റെ മേലിലോട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ടും കൃഷി ഓഫീസർ തന്നെ ഇവിടെ പല ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോൾ ആദ്യം കർഷകർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ആദ്യം ഞങ്ങളെന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. പന്നിയാണല്ലോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരവസ്ഥയില് അതിനൊരു മോചനം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പം ഇന്നലത്തെ ഈ പന്നി വെടിവെക്കാൻ ഇറങ്ങിയ അതിന്റെ ഷൂട്ടർമാരെല്ലാം വന്ന്
ഇന്നിപ്പോ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പ് ദിവസം വന്നു, പക്ഷെ ഒന്നിനെയും പന്നിയൊന്നും കിട്ടിയില്ല, അവർ തിരികെ പോയി. അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് വലിയ നിരാശ ഉണ്ടാവുന്ന രീതിയിലാണ് മെനഞ്ഞാന്ന് ഉണ്ടായത്. പക്ഷെ ഇന്ന് നേരം എടുത്തപ്പോഴത്തേക്ക് നമുക്ക് പന്നികൾക്ക് കുറെ എണ്ണത്തിന് വെടിയേറ്റ് കാട്ടിനകത്ത് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി തുടർച്ചയായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇതിനെ തുരത്താൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കർഷകർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ബാക്കിയുള്ള കർഷകരെയും കൂടെ ഈ പ്രദേശങ്ങളിലുള്ളതും പഞ്ചായത്തിലുള്ള ആകെ കർഷകരെ എല്ലാം കൂട്ടിവയ്പ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, കർഷകരും അറിയേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കർഷകർ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. രാത്രി ഉറക്കം ചെയ്യണം, അതിന് എല്ലാ പ്രദേശത്തെയും കർഷകർ ഇതിന് സജ്ജമാവണം. പിന്നെ ഇതുപോലെ ഈ കിറ്റാച്ചി ജേഴ്സി പോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി ഇത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചെലവുണ്ട്. അപ്പൊ ഇതെല്ലാം കർഷകരെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് മാത്രമേ പഞ്ചായത്തിനെ കൊണ്ട് മാത്രം വഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വെളിയം ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്ന കാട്ടുപന്നികളുടെ രൂക്ഷമായ ആക്രമണങ്ങളെ തുടർന്ന് അവരുടെ നിരന്തരമായ പരാതി പരിഗണിച്ച് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി സത്വരമായി ഇടപെട്ട് ഷൂട്ടർമാരെ കൊല്ലത്തു നിന്നും വരുത്തി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും അവരോടൊപ്പം നിന്ന് കർഷകരും ഇവിടെ ഈ വാർഡിലെ മെമ്പർ ശിസാ സുരേഷ് അടക്കം വൈസ് പ്രസിഡന്റ് അടക്കം മുൻ മെമ്പർ മനോഹരൻ അടക്കമുള്ള കർഷകരും ഇതിനോടൊപ്പം നിന്ന് ഇതിന്റെ താവളങ്ങളിൽ എത്തിച്ചേർന്ന് ഇന്നലെയാണ് 5 പന്നികളെ കിട്ടിയത്. തുടർന്നും ഇത് വ്യാപകമായി നമ്മുടെ പഞ്ചായത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള സത്വരമായ നടപടി വെളിയം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുക്കും. എല്ലാ കർഷകരും സ്ഥലങ്ങളുമെല്ലാം അറിയിക്കുന്നതിനും ഒപ്പം നിൽക്കുന്നതിനും തയ്യാറാകണം. ഈ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തുടർന്നും ഇത് വളരെ ഗൗരവമായി കർഷകരെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കും. തൊട്ടടുത്ത പുയ്യപ്പള്ളി പഞ്ചായത്തിലും വ്യാപകമായ കൃഷിനാശമാണ് കാട്ടുപന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്ന് കർഷകർ പറയുന്നു. വെളിയം പഞ്ചായത്തിനെ മറ്റുള്ള പഞ്ചായത്തുകൾ മാതൃകയാക്കണമെന്ന് കർഷകരും പൊതുജനങ്ങളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.